ഹായ് 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 മക്കളെ. ഹായ് മക്കളെ, മുത്തശ്ശിയെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? വിഭവം എന്താണ്? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് ഓ, റാഗിപ്പൊടി. റാഗിപ്പൊടി. അത് വെറും റാഗിപ്പൊടി അല്ലേ? തടി കുറയാനും ആ പിന്നെ നല്ല ആരോഗ്യത്തോടെ നല്ല പുഷ്ടിയോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള വിഭവമാണ് മുത്തശ്ശി ഉണ്ടാക്കുന്നത്. പിന്നെ മുത്തശ്ശി ഇത് മുളപ്പിച്ച റാഗിപ്പൊടിയാ? അത് മുളപ്പിച്ച റാഗിപ്പൊടിയാ. യെസ്. അപ്പൊ നമ്മള് മുളപ്പിച്ച റാഗിപ്പൊടിയും കൊണ്ട്, പിന്നെ നമ്മളിത് വാങ്ങിച്ചത് എറണാകുളത്ത്. കോഴിമുട്ട ഉപയോഗിക്കില്ലല്ലോ, അതെ. അതിന് പകരം എന്താ അറിയോ ഉപയോഗിക്കുന്നത്? കുറച്ച് അപ്പസോഡ, ബേക്കിംഗ് പൗഡർ ഉണ്ട്. പിന്നെ നമ്മള് ഷുഗർ ഇല്ലാത്തതുകൊണ്ട് ശർക്കരപ്പൊടി. ഓ യെസ്. പിന്നെ കുറച്ച് പാലും പിന്നെ ബട്ടർ ഉണ്ട്. ബട്ടറും വളരെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അപ്പൊ ഇത് ശരിക്കും വൈകുന്നേരം ഇത് മാത്രം മതി അല്ലേ? വൈകുന്നേരം മാത്രം കഴിച്ചിടണം. എന്നാ നമുക്ക് തുടങ്ങാം. പിന്നെ നമ്മൾ ഈ റാഗിപ്പൊടി വാങ്ങിച്ചത് നമ്മളുടെ ക്യാപ്പക്കയിൽ നിന്നാണ്. പാലാരിവട്ടം. അതെ, നമ്മള് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ലേ? അതെ, പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനത്തെ ഹെൽത്തി സംഭവങ്ങൾ ചിലതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതെ. പിന്നെ അതുപോലെ അവർക്ക് ഓൺലൈനായിട്ട് അവര് ഡെലിവറി, കൊറിയർ ഓഫീസ് അങ്ങനെ ചെയ്യും. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? പൊളിക്കാൻ കിട്ടുണ്ടോ തശ്ശി? സിപ്പ് ലോക്ക് ആയിട്ടുള്ള കവറാണ്. നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പൊ ക്ലിപ്പോ പാത്രങ്ങളോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഹെൽപ്പ് ചെയ്യൂ മുത്തശ്ശി. പിന്നെ മുളപ്പിച്ച റാഗിപ്പൊടി, സാധാ റാഗിപ്പൊടി വാങ്ങിയിട്ടുണ്ട്. മുളപ്പിച്ചതിന് ഗുണങ്ങൾ കുറച്ച് അധികം കിട്ടി. ഇത് നല്ല ഹെൽത്തി ആവൂല്ലേ? നല്ല ഹെൽത്തി ആവും. ഇതാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാലോ മുത്തശ്ശി. നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് കയ്യില് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പൊ അമ്മു, മുത്തശ്ശി ഇതിപ്പോ തന്നെ അരച്ച് വെക്കാതെ അരക്കാനൊക്കെ സുഖമാണ്. വെറുതെ അമർത്തി കൊടുത്താൽ മതി. അപ്പൊ അത് റെഡി. ഇതിൽ ചേർക്കുന്നത് കുറച്ച് ബട്ടർ ഉരുക്കി ഒഴിക്കണം, പിന്നെ കുറച്ച് പാലൊഴിക്കണം. അപ്പൊ അത് ഉരുക്കാൻ വെക്കട്ടെ കേട്ടോ. ഓക്കെ. ഈ സമയം കൊണ്ട് നമുക്ക് ബട്ടർ ഒന്ന് ഉരുക്കി എടുക്കാം. മുത്തശ്ശീനെ ഹെൽപ്പ് ചെയ്യാം. ഗ്യാസ് കത്തിച്ചു. ബട്ടർ ഒന്ന് ഉരുകട്ടെ. മുത്തശ്ശി, ഞാൻ ഹെൽപ്പ് ചെയ്യോണ്ട് വിരോധം ഉണ്ടോ? സന്തോഷമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചോളൂ. പാല് ഞാൻ നേരത്തെ ഒഴിച്ചു, പക്ഷെ അപ്പോഴത്തേക്കും ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അതാ പറ്റി. രണ്ട് വകയായില്ലേ? അതെ അതെ. നന്നായിട്ട് ഇളക്കാലോ മുത്തശ്ശി? അതെ അതെ. അതാ ഒരു കട്ട കെട്ടാതെ അല്ലേ? ഇനി കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കണ്ടേ? ഓ ശരി തന്നെ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ശർക്കരപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം നമ്മള് ഇതാ. മധുരം വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാ. അതെ അല്ലേ? കുഞ്ഞാവയുടെ ഒച്ചയൊക്കെ ഉണ്ട് അവിടെ. കുഞ്ഞാവ ഡാൻസ് പഠിക്കുകയാണ്. കളിക്കാൻ ഇഷ്ടമില്ല തോന്നുന്നുണ്ട്. ചിലപ്പോ കുട്ടികളെല്ലാരും കൂടി ആകുമ്പോ കൂട്ടത്തിൽ നിന്ന് ചിലപ്പോ കളിച്ചു വരും. തന്നെ പഠിപ്പിക്കുമ്പോഴേ ജനുവരി 26 പരിപാടി ഉണ്ട് അത്ര. അതെ, അപ്പൊ കുഞ്ഞാവയുടെ പരിപാടിയുടെ ദിവസം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. കുട്ടികളെ പരിപാടി ഉണ്ട്, ആ കൂട്ടത്തിൽ കൂടി തന്നെ വിൽക്കും. അങ്ങനെയാണ് അല്ലേ? അങ്ങനെയാണ്. അപ്പൊ എല്ലാം കാണാലോ നമുക്ക് പോയി. അതെ അതെ അതെ.
അങ്ങനെ നമ്മളുടെ ഈ ഒരു ബാറ്റർ റെഡിയായി. അഞ്ഞിതാ കുറച്ച് ആ അപ്പക്കാരം റെഡി ആയിട്ടില്ല അല്ലേ? ഓ ഞാൻ റെഡി വിചാരിച്ചു മുത്തശ്ശി. പറയുമല്ലേ വിചാരിച്ചിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടായി. ആ ഞാൻ റെഡി ആയിന്ന്. ഒരു നുള്ളു മതി കേട്ടോ. ആ ഇനി നമുക്ക് ബേക്കിംഗ് പൗഡറും വേണമല്ലോ മുത്തശ്ശി. അതെ ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും കൂടെ ഇടുകയാണ്. റെഡി ചെയ്യാം മുത്തശ്ശിയെ. റെഡി. കുട്ടികൾക്കൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതായത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടേ ഐസ്ക്രീം ഒക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലോ. അപ്പൊ വാനില എസൻസ് ലേശം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ചൊരു തുള്ളി ഒരു മണത്തിന് അല്ലേ മുത്തശ്ശി? അതെ അതെ. ഇപ്പൊ ഹെൽത്തി വേണമെന്നുള്ളവർക്ക് ഇത് ഉപയോഗിച്ചോളൊന്നുമില്ല കേട്ടോ. അതെ അതെ. ആയിട്ട് ഇളക്കുക. ഇളക്കണ ആള് ഞാനാ. അപ്പൊ തന്നെ കണ്ടു ഇതിന്റെ കളറൊക്കെ ഒന്ന്. ഇത് കത്തിക്കാം മുത്തശ്ശി. ഇതോ അങ്ങനെ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ റാഗി ദോശ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ആ ഒരു പാകം തന്നെ അല്ലേ മുത്തശ്ശി? കുറച്ചൊരു കട്ടിയുള്ള പാൻ വെച്ചു. ഇത് ചൂടായിട്ട് നമുക്കിത് ഒഴിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് ഒഴിച്ചു കൊടുക്കാം അല്ലേ മുത്തശ്ശി? എന്നാ നടുക്ക് തന്നെ ഒഴിച്ചോളൂ. കുറച്ച് ഇതിന്റെ മീതെ ലേശം നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും. ഹെൽത്ത് ആണല്ലോ അല്ലേ മുത്തശ്ശി മുഖ്യം. നെയ്യ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. ആ അയ്യോ നെയ്യ് കൂടിയോ മുത്തശ്ശി? കൂടിയിട്ടൊന്നുമില്ല. ഇതാവാൻ സമയമാവട്ടെ. മുത്തശ്ശി ഞാൻ അതൊന്ന് മറിച്ചിടാൻ ശ്രമിച്ചാലോ? നോക്കൂ. മുത്തശ്ശീനെ മറിച്ചിടണോ? മറിച്ചിടരുതേ. അമ്മ മറിച്ചിട്ടൊക്കെ ചിലപ്പോ അതാ ചോദിച്ച്. അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ച്. അപ്പൊ അതാ നമ്മള് ഇതൊന്ന് മറച്ചിടാൻ ശ്രമിക്കുകയാണ്. നെയ്യൊരേ മതിയാവൂലോ അല്ലേ? അതെ അതെ അതെ. അയ്യോ ഒരു കയ്യില് ഫോൺ ഒരു കയ്യിൽ ഇതായോണ്ടേ ഞാൻ മറിച്ചിടാം. എന്നാ അതാ നല്ലത്. ഓക്കെ ഓക്കെ ഓക്കെ. അത് നമ്മൾ മറിച്ചിട്ടു. നമ്മൾ അവസാനത്ത് ഒഴിക്കണല്ലേ മുത്തശ്ശി? നമ്മളിപ്പോ 3 ഉണ്ടാക്കണുള്ളൂ. ലാസ്റ്റത്തെയാണ്. സൂപ്പർ മുത്തശ്ശി സൂപ്പർ. നമ്മൾ കുറച്ച് ഹണി മിക്സ് ചെയ്യുന്നുണ്ട് അല്ലേ? കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും. അതെ. അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴോ രാത്രി കിടക്കാൻ നേരത്തോ വലിയവർക്കും കഴിക്കാം കുട്ടികൾക്കും കഴിക്കാം. അതെ. അപ്പൊ അതേപോലെ എല്ലാ മക്കളും കേട്ടോ. കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഓക്കെ ബൈ. ബൈ ബൈ. നാളെ കാണാം.
റാഗി സാധാരണ രീതിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കാൻ വളരെ ചുരുക്കം കുട്ടികളെ ഉണ്ടാവുള്ളൂ കേട്ടോ, എന്നാൽ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു റെസിപ്പി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ റാഗി ദോശ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. മുത്തശ്ശിയുടെ ഒരു സ്പെഷ്യൽ റാഗി ദോശ ഉണ്ട്, അത് ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാക്കാൻ പറയുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ. റാഗിയിൽ ധാരാളം കാൽസ്യം ഉള്ളതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ചെറുപ്പത്തിലേ റാഗി കഴിക്കാറുണ്ട് കേട്ടോ പറയാറുള്ളത്. ഇവിടുന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ടാണ് ഇപ്പോൾ റാഗി ഒന്നും കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റാഗിയിൽ ധാരാളം കാൽസ്യം ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലുകൾക്കൊക്കെ നല്ല ബലം കിട്ടാനും അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് നന്നായിട്ട് കുറയ്ക്കണത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷുഗർ പേഷ്യൻസും അങ്ങനത്തെവർക്കൊക്കെ നന്നായിട്ടത് എൻജോയ് ചെയ്ത് തന്നെ കഴിക്കാൻ പറ്റും. വിശപ്പൊന്നും അധികം നിൽക്കില്ല, വണ്ണം കുറയ്ക്കാനും ഒക്കെ ബെസ്റ്റാണെന്നല്ലേ. എന്താ സാധനം കുഞ്ഞാക്കി വേണ്ടത്? മച്ചോ? മഞ്ചില്ല, വേറെന്താ സാധനം? പഴോ? കൊടുത്തോ കുത്തശ്ശി, എന്താ കഴിക്കില്ലേന്ന് അറിയാം. ഓരോ കഷ്ണം പൊട്ടിച്ചു നോക്കും. ദോശയല്ല, ഇഷ്ടയോ? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? കുഞ്ഞാക്ക് ഇഷ്ടയോ? ഹെൽത്തിയാണ് കുഞ്ഞാവേ, ഹെൽത്തി. നമുക്ക് സൂപ്പർ പവറാ വേണ്ടേ? ഇടിക്കണ്ടേ എല്ലാരെയും? അംഗനവാടി പോയിട്ട് എല്ലാരോടും ഗുസ്തി പിടിക്കണ്ടേ? എന്നാ എല്ലാവർക്കും ബായ് കൊടുത്തോളൂ. ബായ് പറയൂ, ബായ് എന്ന് പറയൂ. ബായ് പറയൂ.